എൻ്റെ വൈവാഹിക ജീവിതത്തിൽ നിന്നും ഞാൻ പഠിച്ച കുറച്ച് പാഠങ്ങൾ നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ കല്യാണം കഴിക്കുന്ന സമയത്ത് നമ്മൾ മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി ഒക്കെ അതിന് പ്രിപ്പയർ ആവുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ കയ്യിൽ കൊട്ടക്കണക്കിന് എനർജി ഉണ്ടാവുക എന്നുള്ളത്. ബിക്കോസ് നമ്മൾ കല്യാണം കഴിക്കുന്ന സമയത്ത് നമ്മളോടൊന്ന് ചോദിക്കുകയും പറയുകയും കൂടെ ചെയ്യാണ്ട് നമ്മുടെ ലൈഫിലേക്ക് കയറി വരുന്ന കുറേ ചേഞ്ചസ് ആൻഡ് ചലഞ്ചസ് ഉണ്ട്. ആൻഡ് ഇതിലൊരു 90% സംഗതികളും മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് അൺഅക്സെപ്റ്റബിൾ ആയിരിക്കും. ആൻഡ് ഇതിൻ്റെ ഫണ്ണിയസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംഗതികൾ വെച്ച് നമ്മളെടുത്ത് വരുന്നത് നമ്മുടെ ക്ലോസ് ടു വൺസോ അല്ലെങ്കിൽ നമുക്ക് അത്ര ഇഷ്ടമുള്ള ആളുകളൊന്നും ആയിരിക്കില്ല. നമ്മൾ അതുവരെ കണ്ടിട്ടില്ലാത്ത, നമുക്കൊരു പരിചയം പോലും ഇല്ലാത്ത, ഈ മഴ പെയ്യുമ്പോൾ കൂട് പൊട്ടിമുളയ്ക്കുക എന്നൊക്കെ പറയുന്ന പോലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ചില കുടുംബക്കാരും കൂട്ടുകാരും ആയിരിക്കും. സോ ഈതർ ഈ സംഗതികളൊക്കെ സഹിച്ച് ക്ഷമിച്ച് ഇത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി നമുക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ ഇതിനോട് നോ പറഞ്ഞ് പറ്റൂല എന്ന് തന്നെ പറഞ്ഞ് ഇതിനെ ഫൈറ്റ് ചെയ്ത് എതിർത്ത് നിൽക്കാനുള്ള ഒരു എനർജി നമുക്ക് ഉണ്ടാവണം. വാട്ട് എവർ ഇറ്റ് ഈസ്, വി നീഡ് എ കൊട്ട കണക്ക് ഓഫ് എനർജി. സോ ഈ അടുത്ത് വല്ലതും കല്യാണം കഴിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ, ബാക്കി എല്ലാം ശരിയാക്കുന്ന കൂട്ടത്തിൽ ഒരു വലിയ കൊട്ട നിറച്ചും എനർജിയും കൂടെ കരുതി വെക്കുകയാണെങ്കിൽ എന്തായാലും ഉപകാരപ്പെടും.